ഒരാൾ ജനിക്കുമ്പോൾ തന്നെ അവൻ്റെ സമയം എഴുതിയിരിക്കും. എല്ലാവർക്കും അത് മരണത്തെക്കുറിച്ച് അറിയാം. പക്ഷെ അത് പറഞ്ഞ് പേടിക്കുകയല്ല. ഇനി അത് ഉൾക്കൊള്ളാൻ തയ്യാറാവണം. ഏത് നിമിഷവും അവസാനം വരുന്ന ഒരു അതിഥിയുണ്ട് നമ്മളെ. ഇപ്പോൾ നമ്മൾ ഈ വീട്ടിലേക്ക് ഒരുപാട് അതിഥികൾ വരും. അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ചുവരിലൂടെ ആ ഒരു ഷാഡോ പോണത് പുള്ളി ഷൂട്ട് ചെയ്ത് തന്നെ കൊണ്ടുവന്ന് കാണിക്കുകയാണ്. ഇത് ഞാനോ അലക്സാണ്ടർ ജേക്കബ് സാറോ ചെയ്തതല്ലല്ലോ, ഒരാളെ ഷാഡോ ഉണ്ടാക്കിയതല്ല. നാളെ കാണാമെന്ന് ഞാൻ എങ്ങനെ പറയും? സ്വാമി ഞാൻ നാളെ ഇങ്ങോട്ട് വരാം. ഇത് നമ്മൾ ഒറ്റയ്ക്ക് ഇരുട്ടിലൂടെ സഞ്ചരിക്കുകയാണ്, ഒരു കുറ്റിക്കാടിലൂടെ സഞ്ചരിക്കുകയാണ്, നമ്മൾ ആരുമില്ലാത്ത സ്ഥലത്തൂടെയാണ് സഞ്ചരിക്കുകയാണെങ്കിൽ ഞാൻ അവിടെ മഹായോഗീശ്വരന്മാരെയും സിദ്ധന്മാരെയും കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരിക്കലും സന്യാസി എന്ന് ഞാൻ പറയാത്തത്. ഞാൻ ഒരിക്കലും സന്യാസിയാവാൻ എന്നെ കൊണ്ട് പറ്റുകയില്ല. ഞാനൊരു ഉപാസകൻ മാത്രമാണ്. ഒരു സന്യാസി ഒരിക്കലും സിനിമ എഴുതത്തില്ല, ഇതുപോലെ നോവലുകൾ എഴുതത്തില്ല, ഇതുപോലെ ഇൻ്റർവ്യൂ കൊടുക്കത്തില്ല. അവൻ ഏറ്റവും ശാന്തമായി. അപ്പം മരണലക്ഷണം എന്ന് പറയുന്നത് ഒരാൾ ജനിക്കുമ്പോൾ തന്നെ അവൻ്റെ സമയം എഴുതിയിരിക്കും. ഇന്നത് ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം സംഭവിച്ച ഒരു അമ്മ എന്നെ കാണാനായിട്ട് വന്നിരുന്നു. ഇത് ഞാൻ വേറെ ഒരു ചാനലിൽ പറഞ്ഞൊരു കാര്യമാണ്. ഞാനിപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊന്ന് പറയാം. അപ്പോൾ ഈ അമ്മ എന്നെ കാണാൻ വന്നിട്ട് പറഞ്ഞത്, സ്വാമി കുറേ കാലമായിട്ട് ഞാൻ സ്വാമിയുടെ എല്ലാം കേൾക്കുന്നത്, സ്വാമി എപ്പോഴും മരണത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞ മരണത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കേണ്ടത്, നമ്മൾ ജനനത്തെക്കുറിച്ചല്ല സംസാരിക്കേണ്ടത്. നീ പോകുന്ന വഴി നിന്നെ പോകുന്ന വഴി മൃത്യു എന്ന് പറയുന്ന ഒരു സത്യം എന്ന് പറയുന്നത് അങ്ങനെ ഒരു സത്യമുണ്ട്. അപ്പോൾ എല്ലാം പറയും എല്ലാവർക്കും അത് മരണത്തെക്കുറിച്ച് അറിയാം. പക്ഷെ അത് പറഞ്ഞ് പേടിക്കുകയല്ല. ഇനി അത് ഉൾക്കൊള്ളാൻ തയ്യാറാവണം. ഏത് നിമിഷവും അവസാനം വരുന്ന ഒരു അതിഥിയുണ്ട് നമ്മളെ. ഇപ്പോൾ നമ്മൾ ഈ വീട്ടിലേക്ക് ഒരുപാട് അതിഥികൾ വരും. പക്ഷെ അവസാനം വരുന്നൊരു അതിഥിയുണ്ട്. നമ്മൾ അതിഥിയുടെ കൂടെ പോയേ പറ്റൂ. മറ്റൊരു അതിഥിയുടെ കൂടെ നമ്മൾ ആവശ്യമുണ്ടോ? ഇല്ല. പക്ഷേ ഈ അതിഥി നമ്മളെ കൊണ്ടുവരും. സമയമായി, നീ ഇവിടുത്തെ താമസം മതിയാക്കിക്കോ, ഇനി നിനക്ക് നീ ചെയ്യുന്ന കർമ്മങ്ങൾക്കനുസരിച്ച് നിനക്ക് താമസിക്കാൻ സ്ഥലമുണ്ട്, വന്നോളൂ എന്ന് പറഞ്ഞ് നമ്മളെ കൈ പിടിക്കാൻ കൊണ്ടുപോകും. അപ്പോൾ കൊണ്ടുപോയിട്ട് മരണാനന്തര ജീവിതം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അത് 100% ഇനി ആരൊക്കെ അല്ല എന്ന് പറഞ്ഞാലും അത് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. കാരണം ഇവിടെ ഉറപ്പിച്ച് മരണത്തെക്കുറിച്ചും പ്രേതപുസ്തകങ്ങൾ എഴുതുകയും മരണം നടക്കുന്ന വീടുകളിൽ പോവുകയും മരണം നടന്നതിന് ശേഷം പ്രേതബാധയുണ്ടാകുമെന്ന് പറയുന്ന സ്ഥലങ്ങളിൽ പോവുകയും ചെയ്യുന്നതാണ്. അലക്സാണ്ടർ ജേക്കബ് സാർ എന്നീ കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞിട്ട് എന്നെ അദ്ദേഹം പറഞ്ഞ് റെക്കമെൻഡ് ചെയ്തിട്ട് ഒരാൾ എൻ്റെ അടുത്ത് വന്നു. സാറ് പറഞ്ഞിട്ടാണ് എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. എന്താ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിങ്ങളത് പറ്റുമെങ്കിൽ ഷൂട്ട് ചെയ്യണം. അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ചുവരിലൂടെ ആ ഒരു ഷാഡോ പോണത് പുള്ളി ഷൂട്ട് ചെയ്ത് തന്നെ കൊണ്ടുവന്ന് കാണിക്കുകയാണ്. ഇത് ഞാനോ അലക്സാണ്ടർ ജേക്കബ് സാറോ ചെയ്തതല്ലല്ലോ, ഒരാളെ ഷാഡോ ഉണ്ടാക്കിയതല്ല. അങ്ങനെ ഒരു ഷാഡോ ആ ചുവരിലൂടെ പാസ് ചെയ്യുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞു കൊടുത്തു ആരാണെന്ന്, എന്താണ് അതിൻ്റെ പരിഹാരം എന്ന് പറഞ്ഞു കൊടുത്തു. പുള്ളി ആ വീട്ടിൽ നിന്ന് മാറിയിട്ട് ബംഗാളികളെ താമസിച്ചു. അവർക്ക് ഇവിടെ താമസിക്കാൻ വയ്യില്ല. അങ്ങനെ രാത്രിയാകുമ്പോൾ ചുവരിലൂടെ ഒരാളുടെ രൂപം ഇങ്ങനെ പോവുകയാണ്. അത് ആരും ലൈറ്റ് വെച്ച് അടിക്കുന്നതല്ല. അപ്പം മരണത്തിന് ശേഷം നീ ചെയ്യുന്ന കർമ്മങ്ങൾ എന്താണോ ആ കർമ്മങ്ങൾ അനുസരിച്ച് നിനക്ക് മോക്ഷപ്രാപ്തി ഇല്ലെങ്കിൽ നീ പ്രേതാത്മാവായിട്ട് അലഞ്ഞു നടക്കും. നീ കള്ളിമൂൾ ചെടികൾ ഒരുപാടുള്ള സ്ഥലം, പനങ്കാടുകളുള്ള സ്ഥലം, കരിമ്പനകളുള്ള സ്ഥലം, ആള് താമസമില്ലാത്ത വീടുകൾ. അതുകൊണ്ടാണ് ഞാൻ വീട്ടിൽ ആള് താമസമില്ലാത്ത വീട് അടച്ചിടരുതെന്ന് പറഞ്ഞേക്കണേ. ആള് താമസമില്ലാത്ത വീടിനകത്ത് പ്രേതബാധ ഉണ്ടാകും എന്നുള്ളത് അത് ആ വീട്ടിൽ മരിച്ചവരായിരിക്കണം എന്നില്ല. ഏതെങ്കിലും വീട്ടിൽ നിന്ന് വന്ന് അവിടെ താമസിക്കുന്നവരായിരിക്കും. അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഒരു കുട്ടി രാത്രി കിടന്നിറങ്ങുമ്പോൾ കുഞ്ഞ് കരയുന്ന ശബ്ദം കേൾക്കുന്നു. എന്താണ്? അടുക്കളയിൽ പണ്ട് കാലത്ത് അടുക്കളയിൽ കുഴിച്ചിട്ട കുഞ്ഞാണ്. അപ്പോൾ കുഞ്ഞ് മരിച്ചു എന്നാണ് വിചാരിച്ച, കുഞ്ഞ് മരിച്ചിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. കുഞ്ഞ് മരിക്കുന്നതിന് മുമ്പ് മരിച്ചു എന്ന് പറഞ്ഞ് കുഴിച്ചിട്ടു. ഇല്ലെങ്കിൽ ഹിതമല്ലാതെ ജനിച്ച കുഞ്ഞ് ജാരസന്തതി മരിച്ചു എന്ന് പറഞ്ഞ് കുഴിച്ചിട്ടു ആരാണ്ട്. ഇതെല്ലാം പിൻകാലത്ത് നമുക്ക് ദോഷങ്ങളായിട്ട്. ഈ മരണത്തെക്കുറിച്ച് പറഞ്ഞു വന്നാൽ ഈ അമ്മ എൻ്റെ അടുത്ത് വന്നത് ഒരു മകനേ ഉള്ളൂ, ഒറ്റ മകനേ ഉള്ളൂ. അവർ വളരെ സ്നേഹത്തോടു കൂടി അച്ഛനും അമ്മയും മകനും കൂടെ ജീവിക്കുകയാണ്. മകനൊരു പ്രണയം ഉണ്ടാകുന്നു. ഇദ്ദേഹത്തിനൊരു വണ്ടി മേടിക്കുന്നു. ഇദ്ദേഹം ഈ വണ്ടിക്ക് അദ്ദേഹം ഹിമബിന്ദു എന്ന് പേര് വേണം. ഒരു ബൈക്കിന് ഹിമബിന്ദു എന്ന് പറഞ്ഞൊരു പേരെടുക്കുന്നു. എന്നിട്ട് ആ പ്രണയിക്കുന്ന കുട്ടി ചോദിക്കുന്നു, എന്നോടാണോ ഇഷ്ടം അതോ ഈ ഹിമബിന്ദുവിനോടാണോ ഇഷ്ടം? അപ്പോൾ പയ്യൻ പറയുന്നു, എനിക്കിഷ്ടം ഹിമബിന്ദുവിനോടാണ്, ഈ ഹിമബിന്ദു ഇതിനോട് ഇഷ്ടം. അവനൊരു പട്ടിക്കുട്ടിയുണ്ട് വീട്ടിൽ. ആ പട്ടിക്കുട്ടിയോട് അവന് വലിയ ഇഷ്ടമാണ്. ഒരു ദിവസം അവിടെ എന്തോ നെഗറ്റീവ് എനർജി ഉണ്ടോ എന്നൊരു സംശയം തോന്നിയിട്ട് ഒരു പൂജാരി അവിടെ നിന്ന് കൊണ്ടുവരുന്നു. പൂജാരി വന്നിട്ട് പൂജകളൊക്കെ ചെയ്തിട്ട് പറഞ്ഞു. പൂജാരി പോകാൻ നേരത്ത് ഈ പയ്യൻ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ബെഡിൻ്റെ ഇടയിൽ ഒരു നെഗറ്റീവ് എനർജി ഉണ്ട്, ഒരു പിശാചുണ്ട്. അപ്പം പൂജാരി പറഞ്ഞു, അതിൻ്റെ ഇടയിലല്ല, ആ കട്ടിലിൻ്റെ ഇടയിലല്ല പിശാചുള്ളത്, പിശാച് ഈ ബൈക്കിലാണെന്ന് പറഞ്ഞു. പുള്ളി അങ്ങ് നടന്നുപോയി. പാലക്കാട് നിന്നും കോയമ്പത്തൂരിനും ഇടയ്ക്കുള്ള വഴിയിൽ വെച്ച് ഈ ബൈക്ക് ആക്സിഡൻ്റായി, ഈ ഹിമബിന്ദു ബൈക്ക് ആക്സിഡൻ്റായി പയ്യൻ മരിക്കുന്നു. എങ്ങനെ ഇടിക്കുന്നു? അവിടെ വെച്ച് ആക്സിഡൻറ്റിൽ മരിച്ച ഒരാളുടെ ചിതാഭസ്മമായിട്ട് വരുന്ന കാറിലിടിക്കുന്നു. ഒരുപാട് അപകടം നടന്നിട്ടുള്ളതാണ്.
അത് കഴിഞ്ഞ് ഈ പെൺകുട്ടിയോട് ഇവൻ പറയുന്നു, മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നിന്റെ കല്യാണം ഞാൻ കണ്ടു, അത് ഇങ്ങനെ വെള്ള വസ്ത്രം ധരിച്ച് ഇങ്ങനൊരു സ്ഥലത്ത് വെച്ചാണെന്ന്. ഇവൻ്റെ കഴിഞ്ഞ് ഇവർ തന്നെ നിർബന്ധിച്ച് പെൺകുട്ടിയെ മറ്റൊരാളോട്ട്, ക്രിസ്ത്യൻ പെൺകുട്ടിയാണ് കല്യാണം കഴിക്കുന്നത്, അവിടെ വെള്ള വസ്ത്രം ധരിച്ച് തൊഴുത്ത പ്രതലത്തിൽ കാണുന്നു. എങ്ങനെയാണ് കാണുന്നത്? അവൻ്റെ പട്ടിക്കുട്ടി മരിക്കുന്നു. ആ അമ്മ എൻ്റെ അടുത്ത് വന്നിരുന്നു. അമ്മ നേരിട്ട് പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞു, ഇത് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്, വല്ല കുഴപ്പമുണ്ട്? ഇല്ല സ്വാമി പറയണം, സ്വാമിയുടെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നതാണ്. ഇത് നമ്മൾ ഇപ്പോഴും ആ വീട്ടിൽ അച്ഛൻ ഹൃദയം പൊട്ടി മരിച്ചു. ഇതെല്ലാം ഈ ജീവിതത്തിൽ ഞാൻ എന്തുകൊണ്ടാണ് ആ ബൈക്ക് ആക്സിഡന്റ് പാലക്കാട് ഭാഗത്താണ്, പാലക്കാട് കോയമ്പത്തൂർ ഭാഗത്ത് വളവിൽ വെച്ച് മരിക്കുമ്പം അവിടെ വെച്ച് ആക്സിഡന്റിൽ മരിച്ച ഒരാളുടെ ചിതാഭസ്മമായിട്ട് വരുന്ന കാറിൽ ഇത് ഇടിക്കുന്നു ഈ ബൈക്ക്. അപ്പം ഇതെല്ലാം നമ്മൾ എടുക്കുമ്പം ഇതിനെല്ലാം കാരണങ്ങളുണ്ട്, മൂലക്കാരണം. അപ്പം ഒരാളെയും നാളെ കാണാമെന്ന് ഞാൻ എങ്ങനെ പറയുന്നു? ആ സ്വാമി ഞാൻ നാളെ ഇങ്ങോട്ട് വരാം, നമുക്കിത് ഷൂട്ട് ചെയ്യാം എന്നെങ്ങനെ പറയുന്നു? ഒരിക്കലും പറ്റൂല. ഒരു സംശയം, നമ്മൾ ഇതെടുക്കുന്നതിൻ്റെ ഇടയിലാണ് ഒരു കടന്തല് കുത്തുന്നത്. അപ്പോൾ സ്വാമി പറഞ്ഞു ആ കടന്തല് നമ്മൾ മരണമാണ് സംസാരിച്ചു, കടന്തലിന്റെ മരണം വന്നെത്തിയത് കൊണ്ടാണ് അത് വന്നതെന്ന്. അതിന്റെ ഒരു കാര്യം കാരണം ഇപ്പം ഈ കയ്യിലല്ലേ കുത്തിയത്. നമ്മളിപ്പോ ഈ ഇന്റർവ്യൂ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കടന്തല് വന്ന്, ഇവിടെ കടന്തലുള്ള സ്ഥലമല്ല, പക്ഷെ ഒരു കടന്തല് വന്ന് രാഹുലിന്റെ കൈ തന്നെ കുത്തുന്നു. ഇത് കണ്ണിലാണ് കുത്തിയതെങ്കിലും മുഖത്താണ് കുത്തിയെങ്കിലുള്ള വ്യത്യാസം മാറി നമ്മളുണ്ടാക്കുന്ന അതുകൊണ്ടുള്ള. അപ്പം ഈ സമയത്ത് ശരീരത്തിലൊരു വിഷാംശം ഏക്കണം എന്നുള്ള സമയമാണ്. ഇത് നമ്മൾ ഒറ്റയ്ക്ക് ഇരുട്ടിലൂടെ സഞ്ചരിക്കുകയാണ്, ഒരു കുറ്റിക്കാടിലൂടെ സഞ്ചരിക്കുകയാണ്, നമ്മൾ ആരുമില്ലാത്ത സ്ഥലത്തൂടെയാണ് സഞ്ചരിക്കുകയാണെങ്കിൽ ഡെഫിനറ്റായിട്ട് ഇതൊരു വിഷപ്പാമ്പിൽ നിന്നുള്ള ഏക്കേണ്ട സംഭവമാണ്. ഇത് വിഷമാണ്, ഇത് കുറച്ച് കഴിഞ്ഞ് തടിക്കും, വേദനിക്കുകയും ചെയ്യും 3-4 ദിവസം. പക്ഷേ ഇത് പോസിറ്റീവ് എനർജി. കാരണം ഇവിടെ എല്ലാം പൂച്ചകൾ ഓടി നടക്കുന്ന സ്ഥലമാണ്, എൻ്റെ ഗൃഹമാണ്. ഇവിടെ പോസിറ്റീവ് എനർജി മാത്രമേ, നെഗറ്റീവ് ഒന്നും കൊണ്ടില്ല. അവിടെ ആയതുകൊണ്ട് അത് സംഭവിച്ചേ പറ്റൂ. കാരണം നമ്മുടെ ശരീരത്തിൽ ഈ സമയത്തൊരു വിഷാംശം സംഭവിച്ചേ പറ്റൂ, കയറിയേ പറ്റൂ, വിഷം തൊട്ടേ പറ്റുള്ളൂ. ആ വിഷം തൊട്ടു. അത് രാഹുലിൻ്റെ കയ്യാൽ തന്നെ അത് മരണപ്പെട്ടു, അതിന് മൃത്യു സംഭവിച്ചു. അപ്പം നമുക്കുള്ള തന്നിട്ട് അത് മൃത്യു വരിച്ചു എന്നുള്ളതാണ്. നമ്മൾ മരണത്തെക്കുറിച്ച് സംസാരിക്കുകയും നമ്മുടെ ഈ സമയത്ത് നമ്മുടെ ശരീരത്തിൽ വിഷാംശം ഏൽക്കണമെന്നും അത് നമ്മളാൽ മരണപ്പെടണം എന്നുള്ള ജീവിയാണ്, കടന്തലാണ്. ഇത് നിയോഗമാണ് അല്ലേ? അപ്പം നമ്മൾ ഇതൊന്നും ഇല്ലാത്ത സമയത്ത് ഒറ്റയ്ക്ക് കിടന്ന് ഉറങ്ങുകയാണെങ്കിൽ പോലും, ഒരാൾ ഈ അടുത്ത കാലത്ത് കട്ടിൽ വിരിച്ച് കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ എന്നെ കാണാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ നാഗങ്ങളെ സൂക്ഷിക്കണം. എനിക്ക് നാഗങ്ങളൊന്നും വലിയ പ്രശ്നമില്ല സ്വാമി, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ. സ്വാമി പറഞ്ഞുകൊണ്ടൊന്ന് ശ്രദ്ധിക്കാം. അവസാനം എന്താണ്, ഒരു ദിവസം കട്ടിലിൽ കിടന്ന് ഉറങ്ങുമ്പം പുറത്ത് ഭയങ്കര തണുപ്പ് പറ്റണത്, പാമ്പിൻ്റെ പുറത്ത് കിടക്കുക. കട്ടിലെ പുറത്ത് തുണി വിരിച്ച് പാമ്പിൻ്റെ പുറത്താണ് കിടക്കുന്നത്. അപ്പോൾ എന്നെ ഉടൻ വിളിച്ചു, സ്വാമി ഒരു പാമ്പ് കൊല്ലരുതെന്ന് ഞാൻ പറഞ്ഞു. അല്ല തട്ടിയാൽ അതങ്ങ് പോകും. നമ്മൾ നിങ്ങൾ ബാബാ സുരേഷിനെ വേണമെങ്കിൽ വിളിച്ചോളൂ, അത് പിടിച്ചോണ്ട് പോകുമെന്ന് പറഞ്ഞു. പക്ഷേ തട്ടിയപ്പോൾ അത് ഇറങ്ങിപ്പോയി. ഇപ്പം ഒരുപാട് പേര് ഞാൻ ഈ നാഗങ്ങളെ കൊല്ലരുതെന്ന് പറയുന്നത് കൊണ്ടും ഇത്തരമുള്ള കാര്യങ്ങൾ, ഇതൊന്നും നമ്മൾക്ക് അങ്ങനെ ഒരു സംഭവം നമ്മൾ ഏൽക്കേണ്ട സമയത്ത് മാത്രമേ ഇത് സംഭവിക്കുകയുള്ളൂ. ഇപ്പോൾ അല്ലേ സ്വപ്നം കാണുന്നു എന്ന് പറയുന്നത്, മരിച്ചവരെ സ്വപ്നം കാണുന്നു കഴിഞ്ഞാൽ പൂർവ്വജന്മവുമായിട്ട് ബന്ധപ്പെട്ട് ഈ സമയത്ത് ആ കാണുന്ന സമയം നമ്മൾ എഴുതി വെക്കണം, ഉണരുന്ന സമയം. ആ ഉണരുന്ന സമയം നമ്മൾ എഴുതി വെച്ചാൽ അതിൻ്റെ പൂർവ്വജന്മം എടുത്തിട്ട് അത് മുറിച്ച് കളയേണ്ട ആവശ്യമുണ്ട്. അതല്ലെങ്കിൽ ഇത് നമുക്ക് ദോഷകരമായിട്ട് തന്നെ പോകും. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഇപ്പോൾ സ്വാമിയുടെ പുസ്തകം ഒരുപാട് പുസ്തകങ്ങൾ എഴുതുന്നുണ്ട്, പുതിയ പുസ്തകങ്ങൾ എഴുതുന്നു എന്ന് പറഞ്ഞു. ഈ പുസ്തകങ്ങളെല്ലാം ഓരോ കഥയിലും ഓരോ നിഗൂഢതകൾ ഒളിഞ്ഞിരിപ്പുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. എന്തുകൊണ്ടാണ് ഈ നിഗൂഢതകൾ വരുന്നത്? ഈ നിഗൂഢതകൾ എവിടെ നിന്നുമാണ് വരുന്നത്? അത് അറിഞ്ഞുകൂടാ. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ചെറിയ കാലം മുതൽ തന്നെ ഞാൻ നിഗൂഢതകളുടെ ഇരുട്ടിനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നതാണ്. ഞാൻ അമ്മൂമ്മയുടെ വീട്ടിൽ താമസിക്കുമ്പം അവിടെ ഭാഗീരഥി എന്ന് പറഞ്ഞൊരു ആനയെ കൊണ്ടുവന്ന് കിട്ടും. അപ്പോൾ ആന ഇരുട്ടിൽ നിൽക്കുമ്പോൾ ആന ഇങ്ങനെ അലർന്നും തുമ്പിക്കൈ കൊണ്ട് ചീറ്റുന്നതും ആനയുടെ ഓല ഇടിച്ച് പറിക്കുന്നതും അതിൻ്റെ ശബ്ദം കേൾക്കാൻ ഞാനിങ്ങനെ കമ്പിയിൽ പിടിച്ച് ഇരുട്ടത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കും. ഇരുട്ടിനെ പ്രണയിച്ചിരുന്ന ഒരാളാണ്. ആ ഇരുട്ടിനോടുള്ള സ്നേഹമുണ്ട്. എൻ്റെ എല്ലാ നോവലും ഇരുട്ടാണ്. ഞാനിപ്പോൾ എഴുതാൻ ധൂമച്ചാവ് എന്ന് പറയുന്ന ഒരു കഥയുണ്ട്. ആ കഥ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഉത്തരേന്ത്യയിൽ എവിടെയോ ഒരു ഗ്രാമത്തിൽ കുഞ്ഞുങ്ങൾ ജനിക്കത്തില്ല. കുഞ്ഞുങ്ങൾ ജനിച്ചാൽ കുഞ്ഞുങ്ങൾ അപ്രത്യക്ഷമാകുമെന്നാണ് പറയുന്നത്. കുഞ്ഞുങ്ങളെ ആരോട് എടുത്തുകൊണ്ട് പോകും എന്നുള്ള സങ്കല്പമാണ്. ആ ഗ്രാമത്തിലെ സ്ത്രീകളെ ആരും വന്ന് വിവാഹം കഴിക്കത്തില്ല, ആളെ സന്താനങ്ങൾ ജനിക്കത്തില്ല. ഇത് എത്രയോ കാലഘട്ടത്തിന് മുമ്പുള്ളതാണ്. എൻ്റെ അടുത്തൊരു പട്ടാളക്കാരൻ പറഞ്ഞ ഒരു ചെറിയ സിംറ്റത്തിൽ നിന്ന് എന്നെ കാണാൻ വന്ന ഒരാളുടെ, ഞാൻ സന്താനങ്ങളുള്ളൂ, ഇല്ല അത് അങ്ങനെ സ്വാമി ഞാൻ പട്ടാളത്തിലായിരുന്ന ഇന്ന സ്ഥലത്തായിരുന്നു, അവിടെ സന്താനങ്ങൾ ജനിക്കില്ല, അല്ലെങ്കിൽ സന്താനങ്ങൾ ഇങ്ങനെ ആകും. അവിടെ ഒരാൾ വന്ന് കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ടൊന്ന് ചോര കുടിക്കുന്നതാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു എന്നിട്ട് കുഞ്ഞുങ്ങളെ കാണൂല. ഇത് ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്നുണ്ടായതാണോ എന്നറിയില്ല. പക്ഷെ ഞാനത് നോവലാക്കി. എൻ്റെ അടുത്ത നോവൽ 51ാമത്തെ നോവൽ എന്ന് പറയുന്ന ഈ നോവലാണ്. അപ്പോൾ ഇതെല്ലാം എവിടെയോ നടന്നിട്ടുണ്ട്, എവിടെയോ സംഭവിച്ചിട്ടുണ്ട്.
സംഭവിക്കുന്ന ആ നിഗൂഢതയിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ നോവലുകൾ പ്രേക്ഷകർക്ക് കിട്ടാൻ വേണ്ടി എന്താണ് ചെയ്യുന്നത്? അല്ല, അതുകൊണ്ടല്ലേ എൻ്റെ പുസ്തകങ്ങൾ മാതൃഭൂമിയിൽ ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. എല്ലാ സ്ഥലങ്ങളിലും കറണ്ട് ബുക്സിലും പിന്നെ അമാൻ ബുക്സിലും എല്ലായിടത്തും ഉണ്ട്. എല്ലാ SS ബുക്സിലും ഒക്കെ എല്ലായിടത്തും ഉണ്ട്. പ്രബോസിലും ഒക്കെ എല്ലാ ബുക്ക് സ്റ്റാളുകളിലും ഉണ്ട്. ഓൺലൈൻ മീഡിയയിലും ആമസോണിലും ഒക്കെ എൻ്റെ എല്ലാ പുസ്തകങ്ങളും ഉണ്ട്. പുസ്തകമാണല്ലോ ഇതിപ്പം. ഈ വീടെന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ വരുമാനം കൊണ്ട് വെച്ച വീടാണ്. പുസ്തകം എഴുതി ഉണ്ടാക്കുന്ന എൻ്റെ ക്രിയേറ്റീവ് എവിടെയെന്ന് പറഞ്ഞാൽ എനിക്ക് ജനങ്ങൾ തന്നെ തരുന്ന ഇതുപോലുള്ള മിത്തുകളിൽ നിന്ന് തന്നെയാണ് ഞാൻ എഴുതുന്നത്. അതുകൊണ്ടാണ് പല കാര്യങ്ങൾക്കകത്ത് ഞാൻ ജ്യോതിഷം പഠിച്ചിട്ടില്ല. ഞാൻ ആകെയുള്ളത് ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട് ധാരാളം. ഞാൻ 7 തവണ ഹിമാലയം നടന്നു പോയ ഒരു സൈഡിൽ കൂടെ. ഒരിക്കലും അതിൻ്റെ അകത്ത് ഞാൻ അവിടെ മഹായോഗീശ്വരന്മാരെയും സിദ്ധന്മാരെയും കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരിക്കലും സന്യാസി എന്ന് ഞാൻ പറയാത്തത്. ഞാൻ ഒരിക്കലും സന്യാസിയാവാൻ എന്നെ കൊണ്ട് പറ്റുകയില്ല. ഞാൻ ഒരു ഉപാസകൻ മാത്രമാണ്. ഒരു സന്യാസിയാവുന്നതിന് ഒരുപാട് തലമുണ്ട്. ഇവിടെ സന്യാസി വേഷം കെട്ടി നടക്കുന്നവരെയൊന്നും ഞാൻ സന്യാസിയായിട്ട് എടുക്കത്തില്ല. കാരണം സന്യാസം എന്ന് പറയുന്നത് ഒരു ദിവ്യമായിട്ടുള്ളൊരു അവസ്ഥയാണ്. ആ അവസ്ഥയിലേക്കൊന്ന് എത്തിച്ചേരാൻ നമ്മളെപ്പോലെ ഒരു സന്യാസി ഒരിക്കലും സിനിമ എഴുതത്തില്ല, ഇതുപോലെ നോവലുകൾ എഴുതത്തില്ല, ഇതുപോലെ ഇൻ്റർവ്യൂ കൊടുക്കത്തില്ല. അവൻ ഏറ്റവും ശാന്തമായി, അവൻ നിശബ്ദമായി ജീവിച്ച് അവൻ്റെ മൃത്യുവിനെ സ്വീകരിക്കുകയും ആ മൃത്യു അവൻ്റെ ശരീരം ലയിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. അത് അവസ്ഥയാണ്. അവൻ്റെ ശരീരം വെടിയുന്ന എത്രയോ പേരുണ്ട്. നേരത്തെ മുൻകൂട്ടി അറിയാവുന്ന എത്രയോ പേരുണ്ട്. ഞാൻ ഇന്ന ദിവസം ഇത്ര സമയം വരെ ഞാനുള്ളൂ, ഞാൻ ഈ ഭൂമി ഉപേക്ഷിച്ചേ പറ്റൂ, അത് ഭൂമി ഉപേക്ഷിക്കുന്ന സമയം ഇത്രയാണെന്ന് പറഞ്ഞ് പോകുന്ന എത്രയോ പേരുണ്ട്. നേപ്പാളിലൊക്കെ ബുദ്ധഭിക്ഷുക്കളൊക്കെ കൃത്യം സമയം പറഞ്ഞ് നിവർന്നു കിടന്ന് മരണത്തെ പൊടുക്കുന്നവരുണ്ട്. ഒരുപാട് പേരുണ്ട്. നമ്മൾ ഈ മലയാളികൾ നോർത്ത് ഇന്ത്യൻസ് കുറേ കൂടെ വിശ്വാസമാണ്. ഇവിടെ ചൂഷണമുണ്ട് ഒരുപാട്, ഇല്ലാന്ന് ഞാനൊന്നും പറയുന്നില്ല. ഇവിടെ പൂജയുടെ പേരിൽ ചൂഷണങ്ങൾ അതിഭയങ്കരമാണ്. ഈ അടുത്ത കാലത്ത് എന്നെ ദുബായിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ വിളിച്ചു. ആൾ 65-70 ലക്ഷം രൂപയാണ് ഈ വിശ്വാസത്തിൻ്റെ പേരിൽ പുള്ളി ചിലവാക്കിയത്. ഇതെല്ലാം കഴിഞ്ഞ് ഈ കേരളത്തിലെ പ്രശസ്തമായ ഒരു പൂജാരി, അയാളുടെ പേര് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. ഒരു യൂട്യൂബിലൊക്കെ വളരെ സജീവമാണ്. നിങ്ങൾക്ക് ദുബായിൽ ലോട്ടറി അടിക്കുമെന്ന് പറഞ്ഞ് 50,000 രൂപയുടെ പൂജ ചെയ്യിപ്പിച്ചത്. ആലോചിച്ച് നോക്കുക. അപ്പം ഇത് ഈ തകർന്നു പോകണം. ഇപ്പം ഞാൻ പ്രത്യങ്കര ഹോമം ചെയ്യും, എനിക്ക് ചിലവുണ്ട്. 25 കിലോ മുളക് വാങ്ങും. ശത്രുവിനെ അല്ല, ശത്രുതയാണ് സംഹരിക്കേണ്ടതെന്ന് പറഞ്ഞ് ഞാൻ പറയും, ഇതാ ഇത്ര നിങ്ങൾ ചെയ്യണ്ട, ചെയ്യുവാണെങ്കിൽ ഇത് ചിലവുണ്ട്. ഞാൻ ചെയ്താൽ ഞാൻ അതിനകത്ത് അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നുമില്ല, പൈസ ചിലവാക്കി ചെയ്യാൻ പറ്റുന്നത്. പച്ചയ്ക്ക് പറഞ്ഞിട്ടാണ് ചെയ്യണത്, ആരെയും നിർബന്ധിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. ധൂമാവധി ചെയ്യണോ? പിതൃക്കൾക്കുള്ള ഹോമം ധൂമാവധിയാണ്. അതിന് ഇന്ന കാരണങ്ങൾ, തന്ത്രശാസ്ത്രത്തിലെ ഏറ്റവും നിഗൂഢമായ കാര്യങ്ങൾ വെച്ചിട്ടാണ് ആ പരിഹാരങ്ങൾ ചെയ്യണത്. അല്ലാതെ വലിയ വഴിപാടായിട്ടൊന്നും ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല. ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ചിലവുണ്ടെന്ന് ഞാൻ പരസ്യമായിട്ട് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. രഹസ്യ സ്വഭാവമൊന്നുമില്ല. അതിൽ 6-1 പരിഹാരമാണെങ്കിൽ പോലും നിങ്ങൾക്ക് പരിഹാരം ഉണ്ടാവും. ഇല്ലെങ്കിൽ ഞാൻ പറയും, തലക്കാവേരി പോയിട്ട് നിങ്ങളൊന്ന് കുളിച്ചേക്കും, മുങ്ങിക്കുളിച്ച് പൂർവ്വജന്മ ദോഷങ്ങൾ തീർത്തേക്കും. എത്രയോ പേർക്ക് മാറ്റമുണ്ട്. ഞാനിപ്പോൾ ഇന്നൊരു പെൺകുട്ടി എന്നെ വിളിച്ചിരുന്നു. അവളുടെ ഭർത്താവ് 13 വർഷമായിട്ട് കേസ് പറയുന്നത്. 13 വർഷം ഒരു തരത്തിലും ആ ബന്ധം വേർപെടില്ല. ഞാൻ ഒരു ചെറിയ പരിഹാരം പറഞ്ഞു കൊടുത്തുള്ളൂ, ബന്ധം വേർപെട്ടു പോയി. ഇത് നമ്മുടെ അല്ല, നമ്മളിൽ പ്രവർത്തിക്കുന്ന എന്തോ ഒന്ന് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ കാന്തല്ലൂർ സ്വാമിയെ സംബന്ധിച്ച് ഒരുപാട് നിഗൂഢ കഥകൾ എഴുതുന്ന ഒരാളാണ്, നിഗൂഢതകൾ പറയുന്ന ഒരാളാണ്. അത് സിനിമയിലാണെങ്കിലും ലേഖനങ്ങളിലാണെങ്കിലും നോവലുകളാണെങ്കിലും നമുക്ക് കാണാൻ കഴിയും. അങ്ങേ യഥാർത്ഥ ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തിയ, ഭയപ്പെടുത്തിയ നിഗൂഢതകൾ എന്തെങ്കിലും ഉണ്ടായിരുന്നു?